നമസ്കാരം. ജമ്മു കശ്മീരിലെ ഉധംപൂർ ജില്ലയിലെ ബസന്ത്ഗഡ് മേഖലയിൽ ജമ്മു ഡിവിഷനിൽ കനത്ത മഴയ്ക്കിടെയും മികച്ച തീവ്രവാദ വിരുദ്ധ ഓപ്പറേഷനുകൾ നടക്കുകയാണ്. പ്രദേശത്ത് തീവ്രവാദികളുടെ സാന്നിധ്യത്തെക്കുറിച്ച് സേനയ്ക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് സുരക്ഷാ സേനയുടെ സംയുക്ത സംഘം പ്രദേശത്ത് തിരച്ചിൽ ആരംഭിച്ചിരുന്നു. തെരച്ചിലിന്റെ തീവ്രവാദികൾ സുരക്ഷാ സേനയ്ക്ക് നേരെ വെടിയുതിർത്തതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സൈന്യവും പോലീസും ഉൾപ്പെടുന്ന സംയുക്ത തെരച്ചിൽ തണ്ടാപാനി ഗാനഡിലെ ഖബ്രിസ്ഥാൻ പ്രദേശത്ത് നടക്കുന്നു എന്നാണ് വിവരം. തീവ്രവാദികളും സേനയും തമ്മിൽ പോരാട്ടം നടന്നു എന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. എത്രത്തോളം ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്ന കണ്ടെത്തുന്നതിന് പിന്നിലാണ് സൈന്യം. ഇപ്പോൾ ഈ വർഷം പ്രത്യേകിച്ച് ജൂൺ ജൂലൈ മാസങ്ങളിൽ ജമ്മുവിൽ തീവ്രവാദം വലിയ രീതിയിൽ വർദ്ധിച്ചിരുന്നു. ഈ 2 മാസത്തിനിടെ 12 സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് തീവ്രവാദവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടത്. ഇതേ കാലയളവിൽ 5 തീവ്രവാദികളെ സുരക്ഷാ സേന വധിച്ചു എന്നും വിവരമുണ്ട്. ഭീകരരെ പൂട്ടാൻ ജമ്മുവിലെ ഗ്രാമീണർ ഒറ്റക്കെട്ടോടെ ഇറങ്ങുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. ഗ്രാമങ്ങളുടെ മുക്കുമൂലയും പരിചിതമായ ഗ്രാമീണരുടെ സഹായം വലിയ രീതിയിലാണ് സേനയെ പിന്തുണയ്ക്കുന്നത്. കശ്മീരിൽ നിന്ന് ജമ്മുവിലെ തന്ത്രപ്രധാനമായ മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച പാകിസ്ഥാന്റെ പ്രോക്സി യുദ്ധതന്ത്രങ്ങളിൽ കാര്യമായ മാറ്റം സമീപമാസങ്ങളിൽ കണ്ടു എന്നതും ഈ ഒരു അവസരത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. പിർപഞ്ചൽ തെക്കിന്റെ പർവ്വത പ്രദേശങ്ങൾ മുതൽ കിഷ്ത്വാർ പർവ്വതനിരകൾ വരെ അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പുതിയ കേന്ദ്രമായി മാറിയിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായി ആക്രമണങ്ങളുടെ ശൃംഖല കണ്ട ഈ മേഖലയിൽ ഭീകരവാദത്തെ പുനരുജ്ജീവിപ്പിക്കാനും ഇന്ത്യൻ ഭരണകൂടത്തിനെതിരെ വിരോധം വളർത്താനും ഭീകരർ കാര്യമായി ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ ജമ്മുവിൽ തീവ്രവാദത്തിന്റെ പുനരുജ്ജീവനം അതിലേക്ക് വരികയാണ് എങ്കിൽ 1994 മുതൽ ഏകദേശം 2009 വരെ ജമ്മുവിൽ ഉയർന്ന തീവ്രവാദം നിലനിന്നിരുന്നു. സായുധ സേന പ്രത്യേക അധികാര നിയമം 2001 ഈ മേഖലയ്ക്കായി വിജ്ഞാപനം ചെയ്യപ്പെട്ടു. അധിക സൈനിക നീക്കങ്ങൾ ഉണ്ടായെങ്കിലും 2009 സമാധാനം പുനഃസ്ഥാപിച്ചതിനെ തുടർന്ന് നീക്കം ചെയ്തു. എന്നിരുന്നാലും കശ്മീരിലെ നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചതോടെ വിഭവങ്ങൾ ക്രമേണ പുനർവിന്യസിക്കുകയും ചെയ്തു. അപ്പോൾ ഭീകരവാദത്തിന്റെ അലകൾ, ഭീകരവാദത്തിന്റെ വിത്തുകൾ ഇന്ത്യയിൽ വീണ്ടും വളർത്തുവാനുള്ള അതീവ ശ്രമമാണ് പാകിസ്ഥാന്റെ പക്ഷത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിർത്തി കടന്ന അനാവശ്യമായ പ്രകോപനങ്ങൾ ഉണ്ടാക്കുകയും അതിർത്തി കടന്ന വിദേശ ഭീകരർ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുന്നതും വലിയ പ്രതിസന്ധിയും രാജ്യസുരക്ഷയ്ക്ക് വലിയ ഭീഷണിയുമാണ് നൽകുന്നത്. എന്തായാലും ഭീകരരെ തുരത്തി ഓടിക്കുവാനായി, ഭീകരരെ കണ്ടെത്തുവാനായി, കൊന്നു തള്ളാനായി ഇന്ത്യൻ സൈന്യം മുൻനിരയിൽ തന്നെയുണ്ട്. അവർക്ക് സഹായമായി ഗ്രാമീണരിൽ പരിശീലനം ലഭിച്ച ആളുകളും സേനയ്ക്ക് സഹായമായി ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അതിനിടെ ഇന്ത്യക്ക് നിർണായകമായ മുന്നറിയിപ്പുമായി UN രംഗത്ത് വന്നിരുന്നു. അതായത് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് ഇൻ ഇറാഖ് ആൻഡ് ലെവന്റ് ഖൊറാസൻ രാജ്യത്ത് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്താൻ കഴിയാതെ ഇന്ത്യയിൽ ആസ്ഥാനമായുള്ള തങ്ങളുടെ ഹാൻഡലർമാർ വഴി ഒറ്റപ്പെട്ട ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ് UN റിപ്പോർട്ടിൽ പറയുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ പുറത്തിറക്കിയ ISIL അൽ ഖ്വയ്ദ അനുബന്ധ വ്യക്തികളെയും സ്ഥാപനങ്ങളെയും കുറിച്ചുള്ള അനലിറ്റിക്കൽ സപ്പോർട്ട് ആൻഡ് സാങ്ഷൻസ് മോണിറ്ററിംഗ് ടീമിന്റെ 34ാമത് റിപ്പോർട്ട് വലിയ ശ്രദ്ധയോടെ വേണം നോക്കിക്കാണാൻ. ഇന്ത്യയിൽ വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്താൻ കഴിഞ്ഞില്ല എങ്കിലും ISIL-ക്ക് ഇന്ത്യ ആസ്ഥാനമായുള്ള അവരുടെ ആളുകൾ വഴി ഒറ്റപ്പെട്ട ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത് കൃത്യമായ കണക്കുകൂട്ടലുകളോടെയാണ് എന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഹിന്ദു മുസ്ലിം വിരോധം വലുതാക്കി ഉറുദു ഭാഷയിൽ ഒരു ബുക്ക്ലെറ്റ് പുറത്തിറക്കുകയും ഇന്ത്യയെ സംബന്ധിച്ച് അവരുടെ തന്ത്രങ്ങളൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പ്രവർത്തകരുടെ എണ്ണം 4000-ൽ നിന്ന് 6000-ആക്കി വർദ്ധിപ്പിച്ച ISIL-ക്ക് ഈ മേഖലയിലെ ഏറ്റവും വലിയ ഭീഷണിയാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും ഭീകരവാദത്തിന്റെ വിത്തുകൾ ഇന്ത്യയിൽ പാകാൻ തന്നെയാണ് ശത്രുരാജ്യങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാന്റെ പങ്ക് മികച്ച രീതിയിൽ തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. പാകിസ്ഥാൻ തന്നെയാണ് ഈ ഭീകരരെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുവാൻ സഹായിക്കുന്നത്. അവർക്ക് വേണ്ട എല്ലാവിധ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് പാകിസ്ഥാനാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. എന്നാൽ ഇന്ത്യ ഒരു തരി പോലും വിട്ടുകൊടുക്കില്ല. ഇന്ത്യ ശക്തമായി തന്നെ ഭീകരതയെ തുടച്ചു നീക്കുവാനായി പ്രവർത്തിക്കും എന്നതാണ് മനസ്സിലാക്കേണ്ടത്.